ഹലോ ഫ്രണ്ട്സ്, കുറെ ആളുകളുടെ ആവശ്യപ്രകാരം ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ദൊളോ കോണ്ടിനെന്റ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ആണ്. പക്ഷേ ഈ ഒരു സീരീസ് ദൊളോ കോണ്ടിനെന്റ് എന്ന പേരിലല്ല സീസൺ 2 മുതൽ അറിയപ്പെടുന്നത്. ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത എപ്പിസോഡ് മുതൽ ഈ ഒരു സീരീസിനെ ഞാൻ എന്താണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒന്നാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് സീസണിൽ എന്ന പോലെ തന്നെ സെക്കൻഡ് സീസണിലും ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ആദ്യത്തെ സീസണിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ബാറ്റിൽ ത്രൂ ദ ഹെവൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൊളോ കോണ്ടിനെന്റിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സീസണുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. എന്നിട്ടും ഈ ഒരു സീസൺ വളരെ മോശമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഫസ്റ്റ് സീസണിൽ കിട്ടിയ ഒരു ഫീലിന്റെ പകുതി പോലും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല, ക്രോമിൽ പോലും സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സീസണിന്റെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ് സെക്കൻഡ് സീസൺ എന്നാണ് അവർ പോലും പറയുന്നത്. കൂടുതലായിട്ട് പറഞ്ഞ സമയം കളയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൊളോ കോണ്ടിനെന്റ് എന്നൊരു മാജിക്കൽ ലാൻഡ് ഉണ്ട്. അവിടെ രണ്ട് സാമ്രാജ്യങ്ങളാണ് ഉള്ളത്, സ്റ്റാർ ലൂവോയും ഹെവൻ ദുവോയും. അവിടെ ആളുകൾ മാർഷൽ സോളോട് കൂടിയാണ് ജനിക്കുന്നത്. ഒരിക്കൽ അവരുടെ ഉള്ളിലുള്ള ശക്തി ഉണർന്നു കഴിഞ്ഞാൽ സോൾ ബീസ്റ്റുകളെ കൊന്നുകൊണ്ട് സോൾ റിങ്ങുകൾ ആർജിച്ചുകൊണ്ട് അവർ വലിയ വലിയ സോൾ മാസ്റ്റേഴ്സുകളായി തീരും. അങ്ങനെയാണ് പല പല സെക്റ്റുകൾ പോലും രൂപപ്പെട്ടത്. അങ്ങനെ രൂപപ്പെട്ട ഒരുപാട് ക്ലാനുകളിൽ നിന്ന് വെറും 7 ക്ലാനുകളെ മാത്രമാണ് വലിയ ക്ലാനുകളായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സോൾ മാസ്റ്റർ ഓർഗനൈസേഷൻ പതുക്കെ ശക്തിപ്പെട്ടുകൊണ്ട് വന്നത്. അവർ പതുക്കെ മറ്റുള്ളവരുടെ മേലും ആധിപത്യം പുലർത്താൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ടാങ്സാനെ കുറിച്ച് സംസാരിക്കുന്നത്. അവൻ വളരെ റയർ ആയിട്ടുള്ള രീതിയിൽ 2 മാർഷൽ സോളോട് കൂടിയാണ് ജനിച്ചത്. ഒരു കയ്യിൽ ബ്ലൂ സിൽവർ പ്ലാന്റും മറ്റേ കയ്യിൽ ഹോത്തിയാന്റെ ഹാമറും. അതിനുശേഷം അവൻ ഒരു സ്കൂളിൽ ചേരുന്നതും അവിടെ വെച്ച് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നതും അതിനുശേഷം മാർഷൽ സോൾ ഹാളിന്റെ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്ത് ഫൈനലിൽ വരെ എത്തുന്നതും ഷോർട്ട് ആയിട്ട് പറയുന്നു. അവൻ പഠിച്ച അക്കാദമിയുടെ പേര് ഷ്രെഡ് അക്കാദമി എന്നും അവന്റെ ഗ്യാങ്ങിന്റെ പേര് ഷ്രെഡ് 7 ഡെവിൾസ് എന്നും. അതിനുശേഷം കാണിക്കുന്നത് ആ ഫൈനൽ മത്സരമാണ്. ഓരോരുത്തരുടെയും പേര് ഇതേ സമയം പരിചയപ്പെടുത്തുന്നതായി കാണിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള മാർഷൽ സോൾ ഹാളിന്റെ തന്നെ ടീമുമായിട്ടാണ് അവർ മത്സരിക്കുന്നത്. കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ കണ്ട മാർഷൽ സോൾ ഹാളിന്റെ നേതാവായിട്ടുള്ള ബിബി ഡോങ് ഒരു രാജ്ഞിയെ പോലെ അവിടെ ഇരിക്കുന്നു. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള സമ്മാനമാണ് വിജയ്ക്ക് കിട്ടാൻ പോകുന്നത്. ക്യാരക്ടേഴ്സ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും മുഖം കാണിച്ചുകൊണ്ട് അവരുടെ പേരുകൾ പറയാം. ഈ വ്യക്തിയാണ് ടാങ്സാന്റെ മാസ്റ്റർ ആയിട്ടുള്ള യൂഷി. ഈ വ്യക്തിയുടെ പേരാണ് ഫ്ലാൻഡർ, ഷ്രെഡ് അക്കാദമിയുടെ തലവൻ. ഈ സ്ത്രീയുടെ പേരാണ് എർലോങ്. കഴിഞ്ഞ സീസണിൽ യൂഷിയെ സ്നേഹിക്കുന്നതായി നമ്മൾ കണ്ട സ്ത്രീ തന്നെ. അവർ അന്തം വിട്ടു നിൽക്കുന്നത് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്ന വളരെ റയർ ആയിട്ടുള്ള സോൾ ബോണുകൾ കണ്ടതുകൊണ്ടാണ്. ഉടനെ മത്സരം ആരംഭിക്കുന്നു. ഇനി നമുക്ക് ടാങ്സാനെയും ടാങ്സാന്റെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പുതിയ ടാങ്സാൻ. ഇതാണ് നമ്മുടെ പുതിയ ഷിയോവു. ഇത് മുബായ്, ഇത് ഷൂക്കിംഗ്, ഇത് മാ ഹോങ് ജുൺ, ഇത് നിങ് റോങ് റോങ്, ഇത് ഓസ്കാർ. ഈ ഒരു വ്യക്തിയുടെ പേര് ഓസി എന്നാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത്. ഇതാണ് ടാങ്സാനും ടാങ്സാന്റെ ഫ്രണ്ട്സും. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓപ്പോസിറ്റ് ഉള്ളത് ഹുലീനയാണ്. ഹുലീനയെയും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. പിന്നെയുള്ളത് ഷിയു ആണ്. അതിനുശേഷം കാണിക്കുന്നത് യാൺ എന്ന വ്യക്തിയെയാണ്. ബാക്കിയുള്ള ആരെയും പരിചയപ്പെടുത്തേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ഓർമ്മ വന്നത് യൂഷി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. യൂഷിയുടെ യഥാർത്ഥ പേര് കുറച്ചുകൂടിയുണ്ട്. എളുപ്പത്തിന് വേണ്ടിയാണ് യൂഷി എന്ന് ഞാൻ പറഞ്ഞത്. ഹുലീന അവളുടെ ആകർഷണ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടാങ്സാനും വൂവും ഒഴികെ എല്ലാവരും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അവളുടെ ആ ഒരു പദ്ധതി ഫെയിൽ ആകുന്നു. ബിബി ഡോങ് ഇതേ സമയം ആലോചിക്കുന്നുണ്ട് വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ വന്നിരിക്കുന്നതെന്ന്. എന്നാൽ അതിനുശേഷം ഹുലീന തന്റെ കൂടെയുള്ള ഷിയുടെ കൂടെ ചേർന്ന് ഒരു ഫ്യൂഷൻ സ്കില്ലാണ് ഉപയോഗിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും ശക്തി ഒരുമിച്ച് ചേർത്ത് ടാങ്സാന്റെയും മറ്റുള്ളവരുടെയും നേരെ ചുവപ്പ് നിറത്തിലുള്ള വലിയ പുകപടലം തന്നെ വിടുന്നു. ബിബി ഡോങ്ങിന് അത് കണ്ടിട്ട് ചെറുതായിട്ട് പുഞ്ചിരി വരുന്നുണ്ട്. എന്നാൽ അവർ ഇതുവരെയും അതിനോട് പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്തോ ഒരു അപകടം മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നു. ഹുലീനയാകട്ടെ ഇതേ സമയം ഒന്നും കാണാനാകാതെ പകച്ചു നിൽക്കുന്ന അവരുടെ നേരെ കുറെ ബ്ലേഡുകൾ എറിയുന്നു. എന്നാൽ ടാങ്സാൻ ആകട്ടെ ഇതേ സമയം അവന്റെ ബ്ലൂ ഐ പവർ ഉപയോഗിച്ചിരുന്നു. അതുപയോഗിച്ച് ബ്ലേഡുകളുടെ സ്ഥാനം മനസ്സിലാക്കി
മനസ്സിലാക്കി അവൻ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നു. അതുമാത്രമല്ല അവന്റെ പ്ലാന്റിന്റെ ശക്തി ഉപയോഗിച്ച് എല്ലാവരെയും മുകളിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ ആ പുകയുടെയും മുകളിൽ അവർ എത്തി. ഹുലീനയാകട്ടെ ഈ ട്രിക്ക് ഉപയോഗിച്ച് എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ പുക ഇനിയും മുകളിലേക്ക് ഉയർത്തുന്നു. എന്നാൽ അപ്പോഴേക്കും ഓസ്കാർ അവർക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള സോസേജ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അത് കഴിച്ച ഉടനെ തന്നെ അവർക്ക് ശക്തി കൂടി എന്ന് മാത്രമല്ല പറക്കാനുള്ള കഴിവ് കൂടി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ മുകളിലേക്ക് ഉയരുകയും ആ പുകയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ടാങ്സാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി ഹുലീനയെ നേരിടുന്നു. ടാങ്സാന്റെ ഫ്രണ്ട്സ് ആകട്ടെ മറ്റുള്ളവരെയും നേരിടുന്നു. പിന്നീട് അവിടെ നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. പിന്നെ അവിടെ കുറെ നേരത്തേക്ക് ആധിപത്യം പുലർത്തുന്നത് ടാങ്സാന്റെ ടീം തന്നെയാണ്. ഹുലീനയെ നേരിട്ട് ഒരുപാട് വിയർത്ത് കഴിയുമ്പോൾ ടാങ്സാൻ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എട്ടുകാരിയുടെ സോൾ ബോൺ പുറത്തെടുക്കുന്നു. അത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് മൊബായിയും ഷൂക്കിയും ഒരുമിച്ച് ചേർന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫ്യൂഷൻ സ്കില്ലുകൾ പ്രയോഗിക്കുന്നത്. അത് തന്നെയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള യാണിന് നേരെ അവർ പ്രയോഗിക്കുന്നത്. കൂടെ റോങ്ങിന്റെ പഗോഡയുടെ ശക്തി കൂടി കിട്ടിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ ആക്രമണം നടത്താൻ അവർക്ക് സാധിക്കുന്നു. വൂ ആകട്ടെ ആരുടെയും സപ്പോർട്ടില്ലാതെ നല്ല രീതിയിൽ ഷിയുവിനെ അടിച്ചു വീഴ്ത്തുന്നു. തെറിച്ചു വീഴുന്ന അവൻ ഓസ്കാറിനെതിരെ നല്ല രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്നു. അതുമൂലം തെറിച്ചു വീഴുന്ന ഓസ്കാർ ചോര തുപ്പി പോകുന്നു. അത് കണ്ട് നിങ് റോങ് ഓടി അവന്റെ അടുത്തേക്ക് വരുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഷിയു അവന്റെ കയ്യിലുള്ള കറങ്ങുന്ന ആയുധം അവരുടെ നേരെ പ്രയോഗിക്കുകയാണ്. എന്നാൽ ഉടനെ തന്നെ അവരുടെ മുന്നിൽ നിന്ന് വന്നുകൊണ്ട് വൂ അത് തടയുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ശത്രുക്കളെ എല്ലാം നല്ലവണ്ണം ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മാഹുജൂൺ ഇത് കണ്ട് ഓടി വന്ന് ഷിയുവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അവനാകട്ടെ തെറിച്ചു പോയി ചോര തുപ്പുന്നുണ്ട്. അതേസമയം തന്നെ ടാങ്സാനെതിരെ പിടിച്ചു നിൽക്കാനാകാതെ അവളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്കില്ല് തന്നെ ഹുലീന പുറത്തെടുക്കുന്നു. അത് താൻ ഇതുവരെയും ആർക്കെതിരെയും പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് മരിക്കാനുള്ള യോഗം നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുലീന ആക്രമണം നടത്തുന്നത്. എന്നാൽ അത് കണ്ടൊന്നും ടാങ്സാൻ പേടിക്കുന്നില്ല. അവന്റെ എട്ടുകാരിയുടെ സോൾ ബോൺ ഉപയോഗിച്ച് അവൻ അതിനെയെല്ലാം നേരിടുന്നു. എന്നാൽ അധിക നേരമൊന്നും അവന് പിടിച്ചു നിൽക്കാനായില്ല. ഹുലീനയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്രമണത്തിന് മുമ്പിൽ അവന്റെ എട്ടുകാരിയുടെ സോൾ ബോണുകളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. എങ്കിലും വേദനകൾ സഹിച്ച് അവൻ അതെല്ലാം പിടിച്ചു നിൽക്കുന്നു. കാരണം അതിനു മുമ്പത്തെ ദിവസം അവർ ശബ്ദം ചെയ്തിരുന്നു, മാർഷൽ സോൾഹാള് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, നമ്മളിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ പോലും അത് നീതിക്ക് വേണ്ടിയായിരിക്കും മരിക്കുക. അത് ഓർത്തുകൊണ്ടാണ് വേദനകൾ സഹിച്ച് ടാങ്സൺ അതെല്ലാം പിടിച്ചു നിൽക്കുന്നത്. അവസാനം വേറെ നിവർത്തിയില്ലാതെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹോത്തിയാന്റെ ഹാമർ തന്നെ ഹുലീനയുടെ നേരെ പ്രയോഗിക്കുന്നു. ആ ഒരു ആക്രമണം മൂലം അവൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. എന്നാൽ അവൾക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ടാങ്സാൻ ആയിരുന്നു ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വൂയും അവന്റെ കൂട്ടുകാരും ഓടി അവന്റെ അടുത്തേക്ക് വരാൻ ഒരുങ്ങുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ ശത്രുക്കൾ അവർക്കെതിരെയും ആക്രമണം നടത്തുകയും ടാങ്സാന്റെ ഫ്രണ്ട്സും അവിടെ വീഴുകയും ചെയ്യുന്നു. അത് കണ്ട് ചിലർ ടാങ്സാന്റെ മാസ്റ്ററിനോട് ഉടനെ തന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നുണ്ട്. എന്നാൽ യൂഷി അതിന് സമ്മതിക്കുന്നില്ല. അത് അവരുടെ മത്സരമാണ്, അവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് യൂഷി പറയുന്നത്. ടാങ്സാൻ ഇതേ സമയം ഹുലീനയോടും മറ്റുള്ളവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്റെ സ്കില്ല് നിങ്ങളുടെ അത്രയും വരില്ല. കൂടുതലായിട്ട് അവനെ കൊണ്ട് പറയാൻ അവർ അനുവദിക്കുന്നില്ല. ഉടനെ തന്നെ അവർ ആക്രമിക്കുകയാണ്. അവനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി ഷിയു ആയിരുന്നു ഹുലീനയുടെ നിർദ്ദേശപ്രകാരം ആ ഒരു ആക്രമണം നടത്തിയത്. എന്നാൽ ടാങ്സാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടപ്പോൾ വു അവന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് ആ ഒരു ആക്രമണം ഏറ്റെടുത്തു. ഇതേ സമയം തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു പൂ തെറിച്ച് വീഴുകയും അതോടൊപ്പം തന്നെ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സോൾ ബീസ്റ്റ് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുവരെയും ഒരു ചെറിയ പുഞ്ചിരിയോടെ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ബിബി ഡോങ് ഈ ഒരു കാഴ്ച കണ്ട് ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. അവളുടെ കൂടെയുള്ളവരും ഇതുവഴി വു ഒരു മില്ലേനിയം സോൾ ബീസ്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ ഉടനെ തന്നെ അവൾ ആ തെറിച്ചു വീണ പൂവ് അവളുടെ ശരീരത്തോട് ചേർത്ത് വെക്കുന്നു. ടാങ്സാൻ ആകട്ടെ വൂവിനെ ആക്രമിച്ചതുകൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാകുന്നു. അവന്റെ സോൾ ബോൺസിന്റെ ചില കഷ്ണങ്ങൾ ചുറ്റിനും തെറിച്ചു വീണ് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അവൻ അത് അവരുടെ നേരെ പ്രയോഗിക്കുന്നു. എന്നാൽ അതിന്റെ ഒരു ആക്രമണം പോലും അവർക്ക് ഏൽക്കുന്നില്ല. അത് കണ്ട് അവർ ടാങ്സാനെ നോക്കി ഒന്ന് പുച്ഛിക്കുന്നുണ്ട്. ടാങ്സാൻ ആകട്ടെ അപ്പോഴേക്കും തളർന്നു വീണു പോയിരുന്നു. എന്നാൽ അപ്പോഴേക്കും ടാങ്സാൻ നേരത്തെ അയച്ച സോൾ ബോൺസിൽ 2 ഹുലീനയുടെയും ഷിയുവിന്റെയും പുറകിലൂടെ വന്ന് അവരുടെ കയ്യിൽ ഉരസി നിലത്ത് വീഴുന്നു. അത് കണ്ട് അവർക്ക് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും ടാങ്സാനെ പുച്ഛിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ തന്നെ അവരും പതുക്കെ വീണു പോവുകയാണ്. കാരണം അതിൽ വിഷമുണ്ടായിരുന്നു. ടാങ്സാൻ ആകട്ടെ ഇതേ സമയം ഒന്ന് ചിരിക്കുന്നതായി കാണിക്കുന്നു. വിഷം ഏറ്റെങ്കിലും അവർ മരിക്കാൻ പോകുന്നില്ല. അവരുടെ അടുത്തേക്ക് ആകുലതയോടെ യാൻ വരുന്നു. ടാങ്സാന്റെ അടുത്തേക്കും അവന്റെ കൂട്ടുകാർ ഓടി വരുന്നു. അവന്റെ കൂട്ടുകാർ അവനെ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. നീ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണല്ലേ നിന്റെ സോൾ ബോൺ ഇവർക്കെതിരെ പ്രയോഗിക്കുമെന്ന്, നീ എന്തിനാണ് അവർക്കെതിരെ ഇത് പ്രയോഗിച്ചത്? അതും പറഞ്ഞുകൊണ്ട് അവർ അവനെ ഒരുപാട്
ശകാരിക്കുകയും പതുക്കെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വു ആകട്ടെ കരഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ടാങ്സാൻ പറയുകയാണ് ഇതല്ലാതെ അവരെ പിടിച്ചു നിർത്താൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവന്റെ കൂട്ടുകാർ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യും, മത്സരം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ടാങ്സാനും അത് തന്നെ പറയുന്നു. അതിനുശേഷം വളരെ ദേഷ്യത്തോടെ തന്നെ ഹൂലീനയുടെ ടീമിനെ അവർ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ആരും തന്നെ സോൾ സ്കിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം എല്ലാവരുടെയും സോൾ സ്കില്ല് ഇതോടെ വറ്റിപ്പോയിരുന്നു. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ഒരു ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. ദേഷ്യത്തോടെയാണ് അവർ ഫൈറ്റ് ചെയ്തതെങ്കിലും അവർക്കും നല്ലവണ്ണം ഇടി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തി ബിബി ഡോങ്ങിനോട് പറയുകയാണ് ടാങ്സാന് മാത്രമേ അവരുടെ ഉള്ളിൽ പ്രവേശിച്ച വിഷത്തെ അടക്കാനാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വിഷത്തിന്റെ ആഘാതം മൂലം അവർ മരിച്ചു പോകും. ടാങ്സാന്റെ സോൾ ബോണിൽ നിന്നുള്ള വിഷം വളരെ മാരകമായിട്ടുള്ള വിഷം തന്നെയാണ്. ഇതുമൂലം അവർ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർഷൽ സോൾ ഹാളിൽ പിന്നെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരെ നോക്കിക്കഴിയുമ്പോൾ ബിബി ഡോങ്ങിന് അത് ശരിയാണെന്ന് മനസ്സിലാകുന്നു. കാരണം അവർ പതുക്കെ പതുക്കെ ടയേർഡ് ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിബി ഡോങ് മാർഷൽ സോൾ ഹാള് പരാജയപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. ടാങ്സാന്റെ ടീമിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. അത് കണ്ട് ഹൂലീനയും ടീമും ഒരുപാട് സാഡ് ആകുന്നു. എന്നാൽ ടാങ്സാന്റെ ടീമും ഒരുപാട് ഹാപ്പി ആകുന്നു. അതുവരെയും തന്റെ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് കണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു യൂഷി. എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും അവർക്ക് സോൾ ബോണുകൾ റിവാർഡായിട്ട് കിട്ടുകയും ചെയ്യുന്നു. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സോൾ ബോൺസ് തന്നെയാണ് അവർക്ക് റിവാർഡായിട്ട് കിട്ടുന്നത്. അവരുടെ മാസ്റ്റേഴ്സ് മാത്രമല്ല, അവസാനം ബിബി ഡോങ് പോലും അവരെ അഭിനന്ദിക്കുന്നുണ്ട്. സന്തോഷത്താൽ അവർ ശരിക്കും മതിമറക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹുലീനയും മറ്റുള്ളവരും ബിബി ഡോങ്ങിന്റെ അടുത്ത് വന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് വിഷം ടാങ്സാൻ നീക്കം ചെയ്തു എന്ന കാര്യം പറയുന്നതാണ്. ബിബി ഡോങ് ആകട്ടെ അവരെ ശകാരിക്കുന്നില്ല. പോയി നല്ലവണ്ണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അവരവിടുന്ന് പോയതിനു ശേഷം ബിബി ഡോങ് എല്ലാവരോടുമായിട്ട് പറയുകയാണ് ടൂർണമെന്റ് കഴിഞ്ഞു, ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. വൂവിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് അനീതിയാണ് കാട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടാങ്സാനും റോങ്റോങ്ങിന്റെ ഫാദറും എല്ലാം ബിബി ഡോങ്ങിനെ ചോദ്യം ചെയ്യുന്നു. അത് കേട്ട് ബിബി ഡോങ് ക്ലാനിന്റെ ഹെഡ് ആയിട്ടുള്ള റോങ്റോങ്ങിന്റെ ഫാദറിനോട് പറയുകയാണ് നിങ്ങളുടെ ക്ലാനിനെ നിങ്ങൾ വെറുതെ പ്രശ്നത്തിലാക്കരുത്. കാരണം വു ഒരു സോൾ ബീസ്റ്റ് ആണ്. അവൾ മനുഷ്യരൂപത്തിലുള്ള ഒരു സോൾ ബീസ്റ്റ് ആണ്. അതിനുശേഷം അവളോട് തന്നെ ചോദിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് രക്ഷപ്പെട്ടു പോയ സോൾ ബീസ്റ്റ് നീ തന്നെയല്ലേ? വിഷമത്തോടെയാണെങ്കിലും മുന്നോട്ട് വന്ന് അത് സത്യമാണെന്ന് വു വിളിച്ചു പറയുന്നു. ബിബി ഡോങ് അതിനുശേഷം പറയുകയാണ് ഇനിയും ആർക്കെങ്കിലും അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അവൾ സോൾ ബീസ്റ്റ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ടാങ്സാൻ ഒഴികെ ടാങ്സാന്റെ ഫ്രണ്ട്സും റോങ്റോങ്ങിന്റെ ഫാദറും എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ ടാങ്സാൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നിട്ട് ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നു. അതിനുശേഷം വൂവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നീ ഒരു ഹ്യൂമൻ ആണെങ്കിലും സോൾ ബീസ്റ്റ് ആണെങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം നീ എന്റെ ഫാമിലിയാണ്. ടാങ്സാൻ മുമ്പൊരിക്കൽ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ടാങ്സാൻ മുന്നിലുണ്ടാകുമെന്ന്. അത് കേട്ട് വൂവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവൾ ഒരുപാട് കരഞ്ഞു പോകുന്നു. അതിനുശേഷം ബിബി ഡോങ്ങിനോട് പറയുകയാണ് ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിലേക്ക് ടാങ്സാനെയും എന്റെ ഫ്രണ്ട്സിനെയും വലിച്ചിഴക്കരുത്. എന്നാൽ അപ്പോഴേക്കും ടാങ്സാന്റെ ഫ്രണ്ട്സും മുന്നോട്ട് വന്ന് വൂവിനെ വിട്ടു തരില്ല എന്ന് പറയുന്നു. അത് കണ്ടു കഴിയുമ്പോൾ അവരുടെ മാസ്റ്റേഴ്സും മുന്നോട്ട് വന്ന് ബിബി ഡോങ്ങിനോട് പറയുകയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് കണ്ടു കഴിയുമ്പോൾ റോങ്റോങ്ങിന്റെ ഫാദറും മറ്റുള്ള സെക്ട് ലീഡേഴ്സും അവരുടെ കൂടെ ചേരുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ അവരൊന്നും തന്നെ തന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന രീതിയിലാണ് ബിബി ഡോങ് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ആക്രമിക്കുന്നതിന് മുമ്പേ തന്റെ ഉള്ളിലുള്ള സോൾ റിങ്സ് എല്ലാം ബിബി ഡോങ് പുറത്തെടുക്കുന്നുണ്ട്. അതിൽ ഒരു സോൾ റിങ് കണ്ടു കഴിയുമ്പോൾ വു കരഞ്ഞു പോകുന്നുണ്ട്. കാരണം അത് വുയുടെ അമ്മയുടെ സോൾ റിങ് ആയിരുന്നു. അമ്മയെന്ന് അവൾ വിളിച്ചും പോകുന്നുണ്ട്. ബിബി ഡോങ് ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആകാശമെല്ലാം ഇരുണ്ടു പോകുന്നുണ്ട്. ബിബി ഡോങ്ങിന്റെ പവർ കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ടാങ്സാനും മറ്റുള്ളവർക്കും ഇപ്പോൾ അവരുടെ മാർഷൽ സ്കിൽ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മാസ്റ്റേഴ്സ് ആണ് ഫ്യൂഷൻ സ്കിൽ ഉപയോഗിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം നല്ലൊരു ആക്രമണമാണ് അവിടെ നടക്കുന്നത്. ബിബി ഡോങ് ഒറ്റയ്ക്ക് പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ കയ്യിലുള്ള സ്റ്റിക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. തന്റെ അമ്മയുടെ സോൾ റിങ് ബിബി ഡോങ്ങിൽ കണ്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ തന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല, വു പെട്ടെന്ന് തന്നെ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പായുന്നു. എന്നാൽ നല്ല ആക്രമണമാണ് അവൾക്ക് നേരിടേണ്ടി വന്നത്. അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിധത്തിൽ ടാങ്സാനും മുന്നോട്ട് വരുന്നു.
ബിബി ഡോങ്ങിന്റെ ചുറ്റിനും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവര് കൂടി ടാങ്സാനും മറ്റുള്ളവർക്കെതിരെ ആക്രമണം നടത്തി കഴിയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുത്തൻ വൂവിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്റെ ഹാമർ ഉപയോഗിച്ച് ടാങ്സാൻ എങ്ങനെയൊക്കെയോ അത് തടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു വ്യക്തി അവരെ ആക്രമിക്കുന്നു. അതിൽ നിന്ന് ടാങ്സാനെ രക്ഷിക്കുന്നതിന് വേണ്ടി വൂ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ പൂവ് വീണ്ടും തെറിച്ച് വീഴുന്നുണ്ട്. അത് കണ്ട് ബിബി ഡോങ്ങിന്റെ കൂടെയുള്ള വ്യക്തി പറയുകയാണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഈ ചെടി നിന്നെയാണ് അതിന്റെ മാസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ കാര്യമില്ലല്ലോ, നീ മരിക്കാൻ പോവുകയാണല്ലോ. അവർക്ക് ഇപ്പോഴും വലിയ രീതിയിൽ ആക്രമണം ഒന്നും ഏൽക്കാതിരിക്കാൻ കാരണം അവരുടെ മാസ്റ്റേഴ്സ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂഷൻ സ്കില്ലാണ്. അതൊരു ഷീൽഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ബിബി ഡോങ് ചെറുതായിട്ടൊന്ന് അവളുടെ ശക്തി കൂട്ടിക്കഴിയുമ്പോൾ അതും തകർന്നു വീഴുന്നു. പെട്ടെന്ന് തന്നെ ആകാശത്ത് സൂര്യന്റെ പ്രകാശത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രകാശം ഉണ്ടാകുന്നു. അതിൽ നിന്ന് എന്റെ കുട്ടിയെ തൊടാൻ ആരാണ് ധൈര്യപ്പെടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വ്യക്തി വരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ടാങ്സാന്റെ ഫാദർ തന്നെയായിരുന്നു. അത് തന്റെ ഫാദർ ആണെന്ന് ടാങ്സാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെയും വൂവിന്റെയും ബോധം പോകുന്നു. കാരണം അത്രമാത്രം അവർ ശക്തി പ്രയോഗിച്ചിരുന്നല്ലോ. ബിബി ഡോങ്ങും മറ്റുള്ളവരും ആകട്ടെ താങ്ഹോ എന്ന് വിളിച്ചുകൊണ്ട് ഉടനെ തന്നെ താങ്ഹോയിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. മറ്റുള്ളവരുമായിട്ട് വളരെ നിസ്സാരമായിട്ട് ഫൈറ്റ് ചെയ്ത ബിബി ഡോങ് തന്റെ സർവ്വശക്തിയും എടുത്ത് നല്ല എഫോർട്ട് ഇട്ടുകൊണ്ടാണ് താങ്ഹോയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ടാങ്സാന്റെ ഫാദർ ആയിട്ടുള്ള താങ്ഹോ വലിയൊരു ചുറ്റിക തന്നെയാണ് അവരുടെ നേരെ പ്രയോഗിക്കുന്നത്. ഹോത്തിയൻ ഹാമർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ബിബി ഡോങ്ങും മറ്റുള്ളവരും ഉണ്ടാക്കിയ ഷീൽഡിൽ തട്ടിക്കഴിയുമ്പോൾ വലിയൊരു ആഘാതമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുമൂലം മറ്റുള്ള സ്റ്റുഡൻസും ബോധം കെട്ട് വീഴുന്നു. മാസ്റ്റേഴ്സിന് ഒന്നും പറ്റുന്നില്ല. അവരുടെ ശക്തിക്ക് അതൊക്കെ താങ്ങാൻ സാധിക്കും. ആദ്യം ബിബി ഡോങ്ങിനും മറ്റുള്ളവർക്കും താങ്ഹോയുടെ ഹാമർ ചെറുതായിട്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൂർവാധികം ശക്തിയോടെ വീണ്ടും ആ ഹാമർ പ്രയോഗിച്ചു കഴിയുമ്പോൾ ബിബി ഡോങ്ങും മറ്റുള്ളവരും തെറിച്ചു പോയി വീഴുന്നു. ബിബി ഡോങ് വീഴുന്നില്ല, തെറിച്ചു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. താങ്ഹോ അതിനുശേഷം ബിബി ഡോങ്ങിനോടായിട്ട് പറയുകയാണ്, ഞാൻ മാർഷൽ സോൾഹാളിന് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്തു തരേണ്ടതാണ്. അതിനുശേഷം ടാങ്സാൻ പഠിച്ച ഷ്രെക് അക്കാദമിയുടെ ഹെഡ് ആയിട്ടുള്ള ഫ്ലാൻഡറിനോട് പറയുകയാണ്, നീ നന്നായിട്ട് തന്നെ എന്റെ മകനെ പഠിപ്പിച്ചു. അതിന് പ്രത്യുപകാരം ഞാൻ തീർച്ചയായും ഭാവിയിൽ ചെയ്തു തരുന്നതായിരിക്കും. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ബിബി ഡോങ്ങിന്റെ കൂടെയുള്ളവർ പറയുകയാണ്, മാർഷൽ സോൾഹാളിൽ വന്നു പോലും അവൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പോയി അവനെ കൊല്ലട്ടെ. ബിബി ഡോങ് പറയുകയാണ്, നിങ്ങൾ പോയി അവനെ കൊല്ലാനോ? നിങ്ങൾക്കത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനുശേഷം അവരെ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞുവിടാൻ പറഞ്ഞുകൊണ്ട് ബിബി ഡോങ്ങും അവിടെ നിന്ന് പോകുന്ന വഴിക്ക് അവൾ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്, താങ്ഹോ, ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നിന്നെ ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ ഇല്ലാതാക്കും. പിന്നെ കാണിക്കുന്നത് കാട്ടിൽ ഒരു സ്ഥലത്ത് കിടക്കുന്ന ടാങ്സാനെയും വൂവിനെയുമാണ്. തൊട്ടടുത്ത് തന്നെ തീ കത്തിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ടാങ്സാന്റെ ഫാദർ ആയിട്ടുള്ള താങ്ഹോ. ഇതേ സമയം തന്നെ അയാളുടെ വായിൽ നിന്നും ചോര വരുന്നുണ്ട്. നേരത്തെ ബിബി ഡോങ് പോയ സമയത്ത് അവളുടെ കയ്യിലും ചോരത്തുള്ളികൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവൾക്ക് നല്ല ആഘാതം ഏറ്റിട്ടുണ്ട്. അതേ ആഘാതം തന്നെ ഇയാൾക്കും ഏറ്റിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അവരെല്ലാവരെയും ഒറ്റയ്ക്കായിരുന്നല്ലോ ഇയാൾ നേരിട്ടത്. പിന്നീട് കാണിക്കുന്നത് ടാങ്സാന്റെ ഫ്രണ്ട്സിനെയാണ്. അവരെ അവരുടെ മാസ്റ്റേഴ്സ് ഹീല് ചെയ്യുന്നതായി കാണിക്കുന്നു. നല്ലവണ്ണം ഹീലായി കഴിയുമ്പോൾ അവർ ടാങ്സാനെയും വൂവിനെയും കുറിച്ച് ചോദിക്കുന്നു. അവർ അവന്റെ ഫാദറിന്റെ കൂടെ ഉണ്ടെന്ന് മാസ്റ്റേഴ്സ് പറയുന്നു. ഈ ഒരു എപ്പിസോഡിൽ മാ ഹോങ് ജുണിനെ വളരെ പവർഫുൾ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ സമയം മാ ഹോങ് ജുൺ പറയുകയാണ്, എന്റെ ഒരു റോൾ മോഡല് ടാങ്സാന്റെ ഫാദർ ആണ്. എത്രമാത്രം പവർഫുൾ ആണ് അദ്ദേഹം ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ വെച്ച് നമ്മൾ തീർന്നാനെ. അവരുടെ മാസ്റ്റേഴ്സ് പോലും അത് ശരിവെക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലാൻഡർ പറയുകയാണ്, നമ്മൾ ഈ ടൂർണമെന്റിൽ വിജയിച്ചു, ടൂർണമെന്റ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ പാസ് ഔട്ടുമായി. ഇനി നമ്മുടെ അക്കാദമിയിലേക്ക് നമുക്ക് തിരികെ പോകാനാകില്ല. കാരണം ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും മാർഷൽ സോൾഹാള് നമുക്കെതിരെ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മൾ അവർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നത് വരെയും നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്നാൽ അങ്ങനെയല്ല, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരുമിച്ച് നേരിടാമെന്നാണ് മൊബായിയും മറ്റുള്ളവരും പറയുന്നത്. എന്നാൽ ടാങ്സാന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഷിയുവും ഫ്ലാൻഡറിനെ അനുസരിക്കാനാണ് പറയുന്നത്. കാരണം അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇനി അവർക്ക് പഠിക്കാനൊന്നുമില്ല. അത് കേട്ട് കഴിയുമ്പോൾ റോങ്ങിനെ അവളുടെ ഫാദർ അവളുടെ ക്ലാനിലേക്ക് തന്നെ തിരികെ വിളിക്കുന്നു. അതിനുശേഷം അവളെ നന്നായിട്ട് പഠിപ്പിച്ചതിന് മാസ്റ്റേഴ്സിന് നന്ദി പറയുന്നു. കൂടാതെ ഷ്രെക് അക്കാദമിക്കെതിരെ മാർഷൽ സോൾഹാള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, തീർച്ചയായും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. ശേഷം റോങ്ങിനോട് മാസ്റ്റേഴ്സിനോടും ഫ്രണ്ട്സിനോടും യാത്ര പറയാൻ പറയുന്നു.
അത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ റോങ്ങും ഓസ്കാറും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ചെറിയൊരു പ്രണയമുണ്ടെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ സീസണിൽ ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം അവർ പോകാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ട്സ് ആംഗ്യത്തിൽ എന്തോ കാണിച്ചപ്പോൾ ഓസ്കാർ റോങ്ങിന്റെ ഫാദറിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ദയവായി എന്നെയും നിങ്ങളുടെ ക്ലാനിൽ കൂട്ടുമോ? പേടിച്ചാണ് അവൻ അത് ചോദിച്ചതെങ്കിലും റോങ്ങിന്റെ ഫാദർ ഒരു മടിയും കൂടാതെ അത് സമ്മതിക്കുന്നുണ്ട്. കാരണം ഓസ്കാറിന്റെ കഴിവിൽ ഇയാൾക്കും വിശ്വാസമുണ്ട്. ഓസ്കാറിന്റെ കഴിവിനെ കുറിച്ചും റോങ്ങിന്റെ ഫാദർ പറയുന്നുണ്ട്. അതിനുശേഷം വേറെ ആർക്കെങ്കിലും അവരുടെ ക്ലാനിലേക്ക് ചേരുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. മുബായിയും ഷൂക്കിങ്ങും സ്റ്റാർലുവോ സാമ്രാജ്യത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ടെന്ന് അവർ പറയുന്നു. അതുമാത്രമല്ല അവരുടെ ഇടയിലും ഒരു പ്രണയമുണ്ട്. ഓസ്കാറിനെ അവരുടെ ക്ലാനിലേക്ക് ചേർക്കാൻ ഒരു തടസ്സവും ഇല്ല എന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടെ റോങ് ഓസ്കാറിന്റെ കയ്യിൽ പിടിച്ചിരുന്നു. അത് കണ്ടപ്പോഴേ റോങ്ങിന്റെ ഫാദറിനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്നാൽ സന്തോഷത്തോടെ അവൾ അപ്പോൾ തന്നെ പറഞ്ഞത് ഓസ്കാറിനെ നമ്മുടെ ക്ലാനിലേക്ക് വെൽക്കം ചെയ്തതാണെന്നാണ്. മാ ഹോങ് ജുണിനെയും റോങ്ങിന്റെ ഫാദർ അവരുടെ ക്ലാനിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ മാ ഹോങ് ജുൺ പറയുന്നത് അക്കാദമിയിൽ തന്നെ നിന്നുകൊണ്ട് അവരുടെ ജൂനിയേഴ്സിനെ ഒക്കെ പഠിപ്പിക്കണമെന്നാണ്. അത് കേട്ട് ഫ്ലാൻഡറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഫ്ലാൻഡർ പറയുകയാണ്, കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഒരാളെ ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഉടനെ തന്നെ മാ ഹോങ് ജുൺ പറയുകയാണ്, ഫ്രീ ആയിട്ടോ? ഉടനെ തന്നെ അവൻ അവന്റെ തീരുമാനം മാറ്റുകയാണ്. അവൻ ഇഷ്ടം ലോകം ചുറ്റി സഞ്ചരിച്ച് കാണുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവരെയും വിസിറ്റ് ചെയ്യാൻ മറക്കില്ല എന്നും പറയുന്നു. റോങ്ങിന്റെ ഫാദർ അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കാം, ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ക്ലാന്റെ വാതിൽ എപ്പോഴും നിങ്ങൾക്കായിട്ട് തുറന്നു കിടക്കുകയായിരിക്കും, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ മാസ്റ്റർ എർലിങ്ങിന് ഒരുപാട് വിഷമമാകുന്നു. അവർ ഓടി വന്ന് എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നു. യൂഷിയും ഇതേ സമയം പറയുന്നുണ്ട്, നിങ്ങൾ മറക്കരുത്, ഷ്രെക്ക് അക്കാദമി നിങ്ങളുടെ വീടാണ്. അത് കേട്ട് കഴിയുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്നേക്ക് 5ാം വർഷം ഷ്രെക്ക് അക്കാദമിയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുമെന്ന്. എന്നാൽ ടാങ്സാന്റെയും ബൂവിന്റെയും കാര്യം ഓർക്കുമ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാടിനെ നോക്കി ഉച്ചത്തിൽ അവർ വിളിച്ചു പറയുകയാണ്, ടാങ്സാൻ, ബൂ, ഞങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ഇന്നേക്ക് 5ാം വർഷം നമ്മൾ വീണ്ടും ഒരുമിക്കും. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇത് ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക, മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സീരീസിന്റെ അടുത്ത എപ്പിസോഡ് അടുത്ത ബുധനാഴ്ചയായിരിക്കും. ഈ ഒരു സീരീസിന് പാരലൽ ആയിട്ട് നമ്മൾ മറ്റൊരു സീരീസ് കൂടി ചെയ്യുന്നുണ്ട്. അത് ശനി ഞായർ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.